ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സൺഡേ വ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണത്. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റും കാട് പിടിച്ചിട്ടുള്ള സ്ഥലവുമല്ല, അതൊരു നല്ലൊരു ഏരിയയാണ് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ടാണ് ഞങ്ങളുടെ വീട്. നല്ല പച്ചപ്പുള്ള നല്ലൊരു ഗ്രാമപ്രദേശമാണ്. സമയം 7 മണി കഴിഞ്ഞു. ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ വൈകിയാണ് എണീച്ചത്. എണീച്ച് അടുക്കളയ്ക്ക് പോയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. രാത്രി തന്നെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് കിടക്കുള്ളൂ. അതൊരു കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള ശീലമാണ് എൻ്റെ. ഈ കാണുന്നതുണ്ടല്ലോ, കാണുന്നത് ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇളനീരാണ്. കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്ന നല്ല നാടൻ ഇളനീരാണ് കേട്ടോ. കുറേ സാധനങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കിടന്നത്. അരി, ഉഴുന്ന്, കടല, മോൾക്കുള്ള ബദാം, പിന്നെ ഒരു സാധനം കൂടെ കാണിച്ചു തരാവേ. ഇതാണ് കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ട് വെച്ചിട്ടുള്ളത്. മുടി കൊഴിച്ചിലിന് വേണ്ടി ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് ഡെയിലി കഴിക്കുന്ന എൻ്റെ ടാബ്ലറ്റ്, തൈറോയിഡിൻ്റെ. അത് കാരണമാണെന്ന് തോന്നുന്നു ഡെയിലി മുടി കൊഴിച്ചൽ. രാവിലെ എണീച്ച് വന്ന നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ജനൽ തുറന്നാൽ അപ്പുറത്ത് ഫുള്ള് പറങ്കിമാങ്ങയുടെ തോട്ടമാണ്. മഴക്കാലത്താണെങ്കിലും നല്ലൊരു വ്യൂ ആയിരിക്കും, വേനൽക്കാലത്താണെങ്കിലും. ഇതാണ് എൻ്റെ വർക്കിംഗ് കിച്ചൺ. കണ്ടു നോക്കിക്കോളൂ, എപ്പോഴും പാത്രങ്ങളാണ്. ഡെയിലി കഴുകാൻ ഒരുപാടുണ്ടാവും. മഴക്കാലമായതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ കിച്ചണിൻ്റെ അവസ്ഥ. ഓലയും വിറകും എല്ലാം ഉള്ളിലാണ്. രാവിലെ തന്നെ ഞാൻ ഉഴുന്ന് അരി അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു, നൈറ്റിനുള്ള ദോശയ്ക്കായിട്ട്. പിന്നെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, എനിക്കുള്ള ചപ്പാത്തി, മക്കൾക്കുള്ള പൂരി, പിന്നെ ചന്ന മസാല. അതാണ് ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മഞ്ജു വാര്യർ പറയുന്ന പോലെ തലേ ദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ലേഡീസ് കിടന്നുറങ്ങാറുള്ളത്. പിന്നെ ഞാൻ കുറച്ച് മാവെടുത്ത് കുഴച്ച് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് PSC ക്ലാസ്സൊക്കെ രാവിലെ ഫ്രീ ആയിട്ട് എണീക്കുകയാണെങ്കിൽ കുറച്ച് PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. കേട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാം വൈകിപ്പോയി. കഴിക്കാനുണ്ടാക്കാനും എല്ലാത്തിനും വൈകിപ്പോയി. അപ്പോഴത്തെ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നു. അച്ഛൻ വരുമ്പോൾ കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള പാലും എനിക്ക് കുടിക്കാനുള്ള കുടിവെള്ളം വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഡെയിലി. ഇവിടെ ബോർവെൽ ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ. അപ്പം അച്ഛൻ വെള്ളം, പാല്, പിന്നെ കുറച്ച് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. കുറേ കൊല വെട്ടണം എന്ന് പറഞ്ഞിട്ടിരിക്കണം. മൂത്തിട്ടില്ല പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അതങ്ങനെ നന്നായി മൂത്തിട്ടുണ്ട് പഴം. ഒരു 2 ദിവസം കൊണ്ട് തന്നെ പഴുക്കുമെന്ന് വിചാരിക്കണം. അങ്ങനെ അമ്മാനച്ഛനും മരുമാനും കൂടെ കൊലയൊക്കെ വെട്ടിയിട്ട് ഏട്ടന് എനിക്ക് നല്ലൊരു പോസ് തരുന്നുണ്ട്. നല്ല മൂത്ത പഴം കേട്ടോ, ചെറുപഴം. അങ്ങനെ കൊല ചാക്കിൽ കെട്ടി പഴുക്കാൻ വെച്ചു. അടുത്ത ഒരു കൊലയും കൂടെ റെഡി ആവുന്നുണ്ട്. കുറച്ച് കവുങ്ങും തെങ്ങും മൂച്ചി, പ്ലാവ്, അങ്ങനെ കുറച്ച് കൊയ്യാക്ക, അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതുണ്ടല്ലോ, ചേന മുളപ്പിച്ചത്, കുഴിച്ചിട്ടത്. ഇത് നാരങ്ങ ചെടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ ചെറിയൊരു ഗാർഡൻ എന്ന് പറയാം. ഒരു പൂ മാത്രം പൂത്തിട്ടുണ്ട്. അച്ഛനിതാ അടയ്ക്കട, അത് കവുങ്ങ് അളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളമൊക്കെ കോരിക്കളഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കുക്കറിൻ്റെ വിളി വന്നിട്ട് ഞാൻ അകത്തോട്ട് പോയി. കഴിക്കാനുണ്ടാക്കാനൊക്കെ വൈകിപ്പോയി. ഞായറാഴ്ചത്തെ പണികൾ കാരണം പുറത്ത് കുറച്ച് നേരം പോയി നിന്നതുകൊണ്ട് കഴിക്കാനുണ്ടാക്കുന്നതൊക്കെ വളരെ വൈകി. കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങി. അങ്ങനെ ചന്ന മസാലയും പൂരി, ചപ്പാത്തി, അങ്ങനെയുള്ള കുറച്ച് ധൃതി പിടിച്ചിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മസാല വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഞാനിവിടെ ഇന്ന് വെക്കുന്നത്.
കുറച്ച് തമിഴ്നാട്ടിൽ കുറച്ച് കാലം ഇരുന്നതുകൊണ്ട് അവിടുത്തെ ഒരു ടച്ച് ഉണ്ട് കുറച്ചൊക്കെ ഫുഡിനൊക്കെ. അപ്പോൾ അവിടുത്തെ സ്റ്റൈലിൽ എല്ലാം കൂടെ മസാലകളെല്ലാം വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. തക്കാളി ഉള്ളിയൊക്കെ അരയ്ക്കും. നമ്മൾ സാധാരണ അത് വഴറ്റിയിട്ടാണല്ലോ കറിയിലിടുക. ഇത് ഞാൻ എല്ലാം കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, ഏലക്കായ, ബേ ലീഫ് എല്ലാം വറുത്തരച്ചിട്ട് അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിത്തല, പുതിന എല്ലാം കൂടെ വഴറ്റി അരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. അങ്ങനെ ഏട്ടനും കൂടെ എന്നെ സഹായിക്കാൻ അടുക്കളയിലേക്ക് വന്നു. നേരെ ഒരുപാട് വൈകിപ്പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സോ ഏട്ടനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. തക്കാളി ഇട്ടപ്പോൾ തന്നെ എൻ്റെ മസാലയ്ക്ക് ഭയങ്കര കളർഫുള്ളായി തോന്നുന്നു. അങ്ങനെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ആഡ് ചെയ്തിട്ട് മസാല കൂട്ടുന്നത് റെഡിയാക്കി, അരപ്പ് റെഡിയാക്കി. ഈ പച്ചക്കൂര് പോകാനാണ് നമ്മൾ ഈ മസാലയുടെ കൂടെ ഇതൊക്കെ ഇട്ട് ഇതാക്കണത്. അപ്പോഴേക്കും എന്താ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നു കുട്ടി, ചെറിയ മോനാണ്. ഞാനിവിടെ ഒരാളെ കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അനുമോള്. ആള് കുറച്ച് തിരക്കിലാണ്. രാവിലെ തന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു എനിക്കിപ്പോൾ അവളെ കാണും അവൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എനിക്കും ഹസ്ബൻഡിനൊന്നും ഈ ഒരു കാര്യത്തിൽ അറിവില്ല, പക്ഷെ അവൾക്ക് എന്തോ അതിലൊരു അറിവുണ്ടെന്ന് തോന്നുന്നു, ഇൻട്രസ്റ്റ്. അത് കഴിയുമ്പോഴേക്കും വന്നു അടുക്കളയിലേക്ക്. അമ്മ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ കൊലയും ഇളനീരൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അങ്ങനെ അരപ്പ് ഇവിടെ അരയ്ക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി അരയ്ക്കണം കേട്ടോ. നന്നായി മസാല അരച്ചിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടലയിലേക്ക് ചേർത്തു. അങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം അത് താളിച്ച് കൊട്ടണം. പിന്നെ ഇവിടെ നമ്മുടെ പൂരി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂരി റെഡിയാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏട്ടൻ. ഞാൻ മാവ് പരത്തി കൊടുക്കുമ്പോൾ ഏട്ടൻ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ആ സമയത്ത് തന്നെയാണ് അപ്പം തന്നെയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നന്നായി പരത്തി വെച്ചിട്ട് ചെയ്യാറില്ല. കുറച്ചായിട്ട് ചുടും, പരത്തും, അപ്പം തന്നെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. കുറച്ച് വെള്ളം അധികമായി മാവ് പരത്തിയതിൽ, കുഴച്ചതിൽ. അങ്ങനെ അതാ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കുറേ നേരം അധികം സോക്ക് ചെയ്യാനായിട്ട് വെച്ചു, അതുകൊണ്ട് നന്നായി ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നല്ലൊരു യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ളാണ്. കഴുകി ഉണക്കാനായാലും ശരി. ജസ്റ്റ് വെള്ളം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മടക്കിയിട്ട് നമ്മുടെ സ്റ്റോറേജ് എവിടെയെന്ന് വെച്ചാൽ കബോർഡിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. വെയിലത്തിട്ട് ഉണക്കരുത്, താലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കി എടുത്ത് വയ്ക്കാം. പൂപ്പലോ അങ്ങനെയൊന്നും വരില്ല. നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഈവനിങ് 5 മണിയായപ്പോൾ പുറത്തിറങ്ങി. ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ശേഷം തുണി അലക്കിയത്. എൻ്റെ കുട്ടി ഇതാ പുറത്തിരുന്ന് ഒരേ കളിയില്ല. ഞാനവിടെ പൊരിഞ്ഞ തിരക്കില്ല. അങ്ങനെ തുണി അലക്കി. ഇന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയി, സൺഡേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇന്നത്തെ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്.